എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഉണ്ണിമോളും ഗിരിദേവനും വാവരും കൂടെ രാത്രിയിലെ വീട്ടിലേക്ക് വന്ന് കയറുവാണ്. അങ്ങനെ ഉണ്ണിമോളെ എന്ത് ചെയ്യുക, അകത്ത് കയറിയിട്ട് സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കണം. ലൈറ്റ് തെളിഞ്ഞ് ഉണ്ണിമോൾ ആ കാഴ്ച കണ്ട് ഞെട്ടുവാണ്. അവിടെ ഒരു അമ്മ ഇങ്ങനെ കസാര ചാരി ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ണിമോൾ അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. ഗിരിദേവനും വാവരും കൂടെ അകത്തേക്ക് കയറി വന്നു. ഉണ്ണിമോള് പറഞ്ഞു, നോക്ക് ഗിരിദേവ്, അതെങ്ങ് നോക്കി അമ്മ ഇരിക്കുന്നു കണ്ടോ എന്ന് പറയണം. പെട്ടെന്ന് വാവർ അവിടെ ഇരുന്ന കൂജയിന്ന് കുറച്ച് വെള്ളം അവരുടെ മുഖത്തേക്ക് തടിക്കുക. അവര് കണ്ണ് തുറന്ന് ചുറ്റും നോക്കുവാണ്. അല്ല, എന്റെ മോൻ വന്നോന്ന് ചോദിക്കുകയാണ്. അല്ല, മോനോ? അതാരാ അമ്മേന്ന് ഉണ്ണിമോള് ചോദിക്കണം. എന്റെ മോനെ എത്ര സമയം ഞാൻ നോക്കിയിരിക്കുന്നറിയാം. അവൻ ഇങ്ങനെയാ, ചിലപ്പോ രാത്രി വന്നില്ലെന്നിരിക്കും. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന് ചിലപ്പോൾ മടുത്തു പോകും. ചിലപ്പോഴിങ്ങനെ ഇരിപ്പ് അങ്ങോട്ട് ഇരിക്കൂന്ന് പറയാണ്. ഉണ്ണിമോൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. അല്ലമ്മേ, എന്താ അമ്മ പറയണേ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം. അല്ല, മോൾ ഇങ്ങോട്ട് അടുത്ത് വന്നേന്ന് പറയണം. എന്താ മോൾ എന്റെ കയ്യേലൊന്നും തൊട്ടു നോക്കാൻ പറയണം. അങ്ങനെ ഉണ്ണിമോളെ കയ്യെ തൊട്ട് നോക്കി. അല്ല, തണുപ്പുണ്ടോ? തണുപ്പൊന്നുമില്ല. ഞാനോടത്ത് ഇനിയിപ്പൊ എന്നാ ശവത്തിന്റെ ആ ഒരു തണുപ്പുണ്ടല്ലോ, അത് ഉണ്ടോ നോക്കാനാ മോളോട് ഞാൻ പറഞ്ഞേ. പെട്ടെന്ന് ഉണ്ണിമോൾക്ക് ഒരു ഭയം തോന്നി. ഇതെന്താ ഈ അമ്മ ഇങ്ങനെ പറയണെന്ന്. അപ്പൊ ഞാൻ മരിച്ചിട്ടില്ലല്ലേ? ഇപ്പോഴേ എനിക്ക് വിശ്വാസമായിരുന്നു ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ എത്ര തവണ ഇങ്ങനെ മരിച്ച് ജീവിച്ചാന്നറിയാവോ? അതുകൊണ്ടാണ് ഞാൻ മോളോടും തൊട്ട് വാങ്ങാൻ പറഞ്ഞത്. അല്ല, നിങ്ങളിത് എവിടുന്ന് വരുവാന്ന് ചോദിക്കാണ്. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, എന്റെ പേര് ഉണ്ണിമോള്, ഇതെന്റെ കൂട്ടുകാർ ഗിരിദേവനും വാവരും. അവര് പരിചയപ്പെടുത്തുവാൻ. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് ഗിരിദേവൻ ചോദിച്ചു, അല്ല അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ്. എനിക്കോ? എനിക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും? ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ തൊട്ട് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ആഹാരം കഴിച്ചിട്ടില്ലേ? അതെന്താന്ന് ഉണ്ണിമോട് ചോദിക്കുക. അതിന്റെ ഇവിടെ വെച്ചുണ്ടാക്കാനൊന്നും ഇല്ലാത്തോണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ല. ഇന്നത്തെ ദിവസം എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. ഞാനൊന്നും കഴിക്കാറില്ല. കഴിച്ചാലും എനിക്ക് ഒട്ടും ഇറങ്ങത്തുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാതിരിക്കുന്നേ. അതുകൊണ്ട് മരുന്നും കഴിച്ചിട്ടില്ല. കുറെ മരുന്നുകളൊക്കെ ഞാൻ കഴിക്കുന്ന. അതുകൊണ്ട് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ ബോഡി വീണു പോകും. അപ്പൊ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് മരുന്നും കഴിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയാം. അല്ല, അമ്മയ്ക്ക് എന്താ ഇങ്ങനെ? അമ്മ ഇന്നത്തെ ദിവസം എന്തുകൊണ്ടാ ഫുഡ് കഴിക്കാത്തെന്ന് ഉണ്ണിമോള് ചോദിക്കണം. അതോ, എന്റെ കല്യാണം കഴിഞ്ഞ ദിവസമാന്ന് പറയണെന്ന്. കല്യാണം കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കാതിരിക്കണോ? അല്ല, അത് ആദ്യത്തെ സംഭവമാണല്ലോ. കല്യാണം കഴിഞ്ഞ ദിവസവും എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ദിവസവും ഒരേ ദിവസം തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാത്തെന്ന് പറയാം. ഉണ്ണിമോൾക്കും ഭയങ്കര സങ്കടമായിപ്പോയി. ഗിരിദേവനും അവരും പരസ്പരം നോക്കാണ്. അല്ലമ്മേ, അമ്മയുടെ ഭർത്താവിന് എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ്. അദ്ദേഹം ഒരു ക്ഷേത്രത്തില് പണിയാൻ പോയതാ. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, ക്ഷേത്രം പണിയാൻ പോയിട്ട് പിന്നെ വന്നില്ല. അപ്പൊ എന്റെ മോൻ കുഞ്ഞതായിരുന്നു. അവനെയും വെച്ചോണ്ട് ഞാൻ 1-2 ആഴ്ചയോളം കാത്തിരുന്നു. പിന്നീട് അലയാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഇവിടെ വന്ന് എത്തിപ്പെടുമായിരുന്നു. ഇവിടെ പിന്നീട് ഞാനും അവനും കൂടി ഈ വീടൊക്കെ എടുത്ത് ഇവിടെ താമസിച്ചു. പിന്നെ ഇവിടെ അങ്ങ് സ്ഥിരമായിപ്പോയി. പക്ഷെ ഇന്ന് വരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. പിന്നീട് ഉണ്ണിമോള് കുറച്ച് ചോദിച്ചു, ഇത്രയും വർഷമായിട്ട് അന്വേഷിച്ച് വന്നില്ലേ എന്ന് ചോദിക്കണം. ഇത്രയും വർഷമായിട്ടും അന്വേഷിച്ചൊന്നും വന്നില്ല എന്ന് പറയണം. ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടമായി പോയി. പിന്നീട് ആ അമ്മ പറഞ്ഞു, ഞങ്ങള് കർണാടകത്തിലൊരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരാൾ വന്നിരുന്നു, ഒരു ശില്പി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ശില്പി ഞാൻ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. അങ്ങനെ അവസാനം ആ വിഗ്രഹങ്ങളൊക്കെ പണി തീരുന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോരുക ചെയ്തതെന്ന് പറയാണ്. അതുകൊണ്ട് എനിക്കിപ്പോ എന്റെ വീട്ടുകാരും ഇല്ലാതായി, ഞാൻ ഒറ്റയ്ക്കായി പോയെന്ന് പറയാം. ആകപ്പാടെ ഒരു മകനാ ഉള്ളേന്ന് പറയാണ്. ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഈ സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞു, അല്ല, ഈ ദേവീദേവന്മാരൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് അറിയാവോ എന്ന് ചോദിക്കും. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, ദേവീദേവന്മാരെ എനിക്കറിയില്ല, പക്ഷെ എങ്കില് അയ്യപ്പനും മുരുകനും ഒക്കെ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാന്ന് പറയാം. അറിയത്തില്ലല്ലേ? ദേവീദേവന്മാരൊക്കെ ഉണ്ടാക്കിയ ആരെന്നറിയാവോ? എന്റെ ഭർത്താവാ. ഭർത്താവോന്ന് ഉണ്ണിമോള് പെട്ടെന്ന് ചോദിക്കും. അതെ, കാളിദാസനാ. കാളിദാസൻ എന്റെ ഭർത്താവിന്റെ പേര്. വലിയ ശില്പിയായിരുന്നു പറയാണ്. പെട്ടെന്ന് ഗിരിദേവൻ ചോദിച്ചു, കാളിദാസനോ? ഉണ്ണിമോൾക്ക് ഈ പേര് വല്ല പരിചയമുണ്ടോന്ന് ചോദിക്കും. ആ, ഉണ്ടുണ്ട്, പേര് പരിചയമുണ്ട്. കാരണം അന്ന് അവിടെ വന്ന രാമനാഥൻ എന്ന് പറയുന്ന ആ ശില്പി പറഞ്ഞ് കാളിദാസൻ എന്ന പേരാന്ന് പറയണ. എന്റെ ഭർത്താവിന്റെ പേരോ? അദ്ദേഹം ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. സാധാരണ ആൾക്കാർ ഉണ്ടാക്കുന്ന പോലെയല്ല. സാധാരണ ആൾക്കാർ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വെറും ആഭരണങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും തിരുവാഭരണം ആകണമെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കണം എന്ന് പറയാം. ഉണ്ണിമോളുടെ കണ്ണിലൊരു പ്രകാശം വരുന്നു. അല്ല, ഉണ്ണിമോളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാണ്. ഉണ്ണിമോള് പറഞ്ഞു, ഞങ്ങള് ഒരു ശില്പിനെ അന്വേഷിച്ച് വന്ന. ഇപ്പൊ ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ കർണാടകത്തിലുള്ള ശില്പിയാന്നാ പറഞ്ഞു കേട്ടത്. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണമെങ്കിൽ
ഇപ്പൊ ഭഗവാൻ ആടയാഭരണങ്ങൾ പണിയണമെങ്കിൽ ഈ കർണാടകത്തിൽ നിന്ന് വന്ന ആ ശില്പി തന്നെ വേണമെന്നാ ഊരായ്മക്കാര് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ശില്പിനെ അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങി തിരിച്ചാന്ന് പറയാണ്. ഒരു പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ശില്പി കർണാടകത്തിൽ നിന്ന് പറഞ്ഞ ശില്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളിദാസന്റെ പേരുവാണെങ്കിൽ അങ്ങനെ ഒരാളേ ഉള്ളൂ, എന്റെ ഭർത്താവ്. ഉണ്ണിമോള് പറഞ്ഞു, അല്ല അപ്പൊ നമ്മൾ ശരിയായ സ്ഥലത്ത് തന്നെയല്ലേ ഗിരിദേവ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഗിരിദേവനും ഉണ്ണിമോൾക്കും എല്ലാം സന്തോഷമായി. പക്ഷെ പുള്ളിക്കാരത്തിന്റെ മുഖവും കൂടെ മാറി. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ ഭർത്താവ് എവിടെയാന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയാണ്. ഉണ്ണിമോൾക്ക് സങ്കടമായി. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗിരിദേവ, ഉത്സവത്തിനും ഉത്സവം നടത്താൻ പറ്റത്തില്ലല്ലോ. ആടയാഭരണങ്ങൾ പണിയണമെങ്കിൽ ആ ശില്പിനെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് പറയാണ്. വല്ലാത്ത വിഷമമായി ഉണ്ണിമോൾക്ക്. ഈ സമയത്ത് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ രാമനാഥൻ അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. രാമനാഥൻ കിടന്നിപ്പോ തിരുമേനി ഒന്നിച്ച്, അല്ല നട അടയ്ക്കാൻ പോവാ, നിങ്ങൾ പോകുന്നില്ലേന്ന് ചോദിക്കണം. ഞാൻ പോകാനോ, ആ കുട്ടികള് കാളിദാസനെ അന്വേഷിച്ച് പോയേക്കുമല്ലേ, അവര് വരട്ടെ, തിരുവാഭരണം അയാളെ കൊണ്ട് പണിയിക്കുമെന്ന് പറഞ്ഞിട്ട് പോയേക്കുമല്ലേ, അയാൾ വന്ന് തിരുവാഭരണം ഉണ്ടാക്കുന്ന എനിക്കൊന്ന് കാണണം. അവസാനം നിങ്ങൾ എന്റെ കയ്യെ കാലേ വീഴും. എങ്ങനെയെങ്കിലും ഉത്സവത്തിന് മുമ്പ് ആ ആഭരണങ്ങൾ ഒന്ന് പണിതു തരാൻ പറഞ്ഞോണ്ട്, അപ്പൊ അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുവാന്ന് പറയാണ്. തിരുമേനി പറഞ്ഞു, ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടമെന്നും പറഞ്ഞിട്ട് തിരുമേനി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ആ കള്ളനായ ചെറുപ്പക്കാരനെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് കെട്ടിയിട്ടേക്കുമായിരുന്നു. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേന് ഇടിയെ കുടുങ്ങി കഴിഞ്ഞപ്പോ നാട്ടുകാർ പറഞ്ഞു, ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല, ഇടിയും മഴയും തുടങ്ങി, നമുക്ക് ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ബാലൻ സാർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനി ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയണം. ഇവനുള്ള ശിക്ഷ ഇത് തന്നെ, ഈ ഇടിയും മഴയെ കൊണ്ട് ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയാം. അങ്ങനെ എല്ലാരും കൂടെ അവനോടെ കിടക്കട്ടെ എന്നുള്ള തീരുമാനത്തിൽ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് കൂട്ടുകാരന്മാരവിടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മമാർ ഓടി വന്നിട്ട് പറഞ്ഞു, എടാ ഇത്ര സമയം ഞങ്ങളിവിടെ പമ്മി നിൽക്കുന്നുണ്ടായിരുന്നു നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവര് പോയ സമയത്ത് അതാ ഓടി വന്നേന്ന് പറയണം. എടാ സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഈ കെട്ടഴിച്ചു വിടാൻ പറയണം. അങ്ങനെ കെട്ടഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ സാറും വേറെ പുള്ളിക്കാരൻ തിരിച്ചു വന്നു. അവിടെ കള്ളന്മാർ അവിടെ നിൽക്കടാന്ന് പറഞ്ഞ അവന്മാരെ ഓടിക്കണം. പക്ഷെ അവന്മാർ ഓടി രക്ഷപ്പെട്ടു. എടാ സത്യം പറയടാ, ആരാ രക്ഷിക്കാൻ വന്നേന്ന് ചോദിക്കണം നിന്നെ. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. സത്യം പറഞ്ഞ അതാ നിനക്ക് നല്ലത്. സത്യം പറഞ്ഞില്ല നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കണ്ടോ എന്റെ മുഖം സൂക്ഷിച്ചു നോക്കി വെച്ചോട്ടോ, ഇവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കും അറിയാലോ, നിങ്ങളുടെ തലമണ്ട ഞാൻ തല്ലി പൊളിക്കുമെന്ന് പറയാണ്. ഓ അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്, അന്നാ നീ ഇവിടെ കിടക്കാൻ പറയണം. ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം, എന്നെ നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നിട്ടാ. ഈ സമയം ബാലൻ സാറ് പറഞ്ഞു, എന്നാ അവനിവിടെ കിടക്കട്ടെ, നമുക്ക് പോവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം അവൻ മനസ്സിൽ പറയാം, നിങ്ങൾക്കിട്ട് മാത്രമല്ല അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, എന്നെ ചൂണ്ടിക്കാണിച്ച ആ പെണ്ണിനിട്ട് അവൾക്കിട്ടുള്ള ശിക്ഷ ഞാൻ കൊടുക്കുമെന്ന് അവൻ പറയാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് അയാൾ പതിവ് പോലെ തന്നെ ആലിലയും പൂവൊക്കെ ആയിട്ട് വരുവാണ്. അതങ്ങനെ ഭഗവാന് മുന്നിൽ കാഴ്ചവെച്ച് കൈകൂപ്പിന്ന് പ്രാർത്ഥിച്ചത് തിരിഞ്ഞടക്കൊണ്ട് ശരിക്കും നടക്കാൻ പോലും മേല, കാലൊക്കെ ചട്ടിച്ചടി കിടക്കുന്ന അതുപോലെ തന്നെ കൈയും. അങ്ങനെ നടക്കണ സമയത്ത് രാമനാഥൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ഒരാളങ്ങ് പോകുന്ന കണ്ടു. രാമനാഥൻ നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു പോക്ക് കണ്ടിട്ട്. പക്ഷെ കൈയും വേറെ കാലും വേറെ, തനിക്ക് തോന്നിയതായിരിക്കും. പക്ഷെ രാമനാഥൻ കുറെ സമയം നോക്കിയിരുന്നു. പെട്ടെന്ന് തന്നെ അയാൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഒരു പക്ഷെ താൻ ഉദ്ദേശിക്കുന്ന ആളായിരിക്കും. അങ്ങനെ ആ വഴിയില്ലെന്ന് ഓർത്തുകൊണ്ട് രാമനാഥൻ വീണ്ടും അവിടെ ഇരിക്കുകയാണ്. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു, ഇനി ഇവിടെ നമ്മൾ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല, ബാ ഗിരിദേവ നമുക്ക് പോയേക്കാന്ന് പറയാം, ഉത്സവം നടത്താൻ പറ്റില്ല, എനിക്ക് വിഷമമുണ്ടെന്ന് പറയാണ്. അങ്ങനെയാ പോവാൻ തിരിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആ അമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ല ഉത്സവം നടത്താനായിട്ട് കർണാടകത്തിലെ ശില്പി കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും തലമുറക്കാർ ആരെങ്കിലും മതിയെന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണ് എന്റെ മോനുണ്ട്, എന്റെ മോൻ മതിയെന്ന് ചോദിക്കുകയാണ്. ഉണ്ണിമോൾക്ക് സന്തോഷമായി. അല്ല മോന് എവിടെയുണ്ട്, മോനാണെങ്കിലും മതിയെന്ന് പറയാം. പെട്ടെന്ന് ഗിരിദേവൻ ചോദിച്ചു, അവന് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആടയാഭരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കുകയാണ്. ഇല്ല അവൻ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ അവന്റെ അച്ഛന്റെ രക്തത്തിൽ പറഞ്ഞതല്ലേ, അപ്പൊ അവനും കുറച്ച് കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും, അവനും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയാ. ഉണ്ണിമോൾക്ക് ഇത് കേട്ടപ്പോ സന്തോഷമായി. ഉണ്ണിമോളോട് ചോദിച്ചു, അവൻ മതിയോന്ന് ചോദിക്കാം. പക്ഷെ ആളിവിടെ ഇല്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, മഴ ഇടിയൊക്കെ ആയതുകൊണ്ട് അവന്റെ കൂട്ടുകാരുടെ അടുത്ത് കാണും, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.